ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ജനുവരി 19, 2026. അങ്ങനെ നമ്മളിന്നൊരു പുതിയൊരാഴ്ചയിലേക്ക് കിടക്കുകയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വീക്ക്ലി ബേസിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാതെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 25,694 വെള്ളിയാഴ്ച മാർക്കറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി വീക്ക്ലി ബേസിൽ 11 പോയിൻ്റ് നേട്ടം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. സെൻസെക്സിൽ ഏകദേശം 5.89 പോയിൻറ്റിൻ്റെ നേട്ടത്തോടു കൂടി ഇടിവോടുകൂടി 83,570 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള നേട്ടമെന്ന് പറയാൻ പറ്റില്ല. 1.46% നേട്ടമാണ് സ്മോൾ ക്യാപ്പ് ഉണ്ടായിരിക്കുന്നത്. മെറ്റൽ അതുപോലെ തന്നെ IT ആയിരുന്നു രണ്ട് ബെസ്റ്റ് പെർഫോമിംഗ് സെക്ടറായിട്ട് കഴിഞ്ഞ വീക്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഏകദേശം 4.55% നേട്ടമാണ് മെറ്റൽ ഉണ്ടാക്കിയത്. 2.79% നേട്ടമാണ് IT വന്നിരിക്കുന്നത്. സോ ഫാർമയാണ് ഏറ്റവും വേസ്റ്റ് പെർഫോമിംഗ് സെക്ടറായിട്ടുള്ളത്. 2.39% നഷ്ടമാണ് ഫാർമ സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റിയുടെ സംബന്ധിച്ചിട്ട് നിഫ്റ്റിയുടെ പ്രധാന ഭാഗമായിട്ടുള്ള നിഫ്റ്റി ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, അതായത് ONGC, അതുപോലെ തന്നെ ടെക് മഹീന്ദ്ര, ഇതൊക്കെയായിരുന്നു ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. സിപ്ല ആയിരുന്നു ഏറ്റവും വലിയ ലൂസറായിട്ട് നിഫ്റ്റിയിലുണ്ടായിരുന്ന ഫാർമ സ്റ്റോക്ക്. ഈ ഒരു അവസ്ഥയിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 2-3 കാര്യങ്ങളാണുള്ളത്. നമ്മളെ സംബന്ധിച്ചിട്ട് വരാൻ പോകുന്ന ബജറ്റ് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഫെബ്രുവരി 1 സൺഡേ ആണ്. അന്ന് മാർക്കറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് സൺഡേ ബജറ്റ് ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നു, സാധാരണ ആസ് യൂഷ്വൽ. അതിന് പുറമെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ന്യൂസുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ഗ്രീൻലാൻഡിന് നേരെയാണ് അടുത്ത ഉന്നമെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഇറാൻ പ്രശ്നം ഒരു സ്ഥലത്ത് ബേണായിക്കൊണ്ടിരിക്കുന്നു, സബ്ഡ്യൂഡായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ എങ്കിലും ഏത് സമയവും എന്ത് സംഭവിക്കാമെന്നുള്ളൊരു തരത്തിലാണ് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പത്രസമ്മേളനവും ട്രൂത്ത് സോഷ്യലിലുള്ള പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ അതൊരു സ്ഥലത്ത് പ്രധാനമായിട്ട് നിൽക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം Q3 ഏണിങ്സും അതുപോലെ തന്നെ ബജറ്റും തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഞാൻ കാണുന്നത്. അഫ്കോഴ്സ് സോഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഗ്ലോബൽ ഇഷ്യൂസ് മാർക്കറ്റിനെ ബാധിക്കും. പ്രത്യേകിച്ചും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്ട്രൈക്കുകളോ പ്രശ്നങ്ങളോ വരികയാണെങ്കിൽ ക്രൂഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയെ എഫക്റ്റ് ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണത്. അതുപോലെ തന്നെ ഇറാനുമായി ചേർന്ന് മറ്റ് രാജ്യങ്ങളോ മറ്റോ ഇതിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻ്റർനാഷണൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഗ്ലോബൽ അൺസർട്ടനിറ്റിയും മാർക്കറ്റിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ ഒരാഴ്ച അതൊക്കെ തന്നെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മളെ സംബന്ധിച്ചിട്ട് Q3 ഏണിങ്സും അതുപോലെ തന്നെ വരാൻ പോകുന്ന ബജറ്റും പോളിസി റിലേറ്റഡ് മാറ്റേഴ്സും ആയിരിക്കും ഏറ്റവും കൂടുതൽ കൺസേൺ മാർക്കറ്റ് ഫേസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്രോ ഫാക്ടേഴ്സിലല്ല നമ്മുടെ ഇന്ത്യയുടെ മൈക്രോ ഫാക്ടേഴ്സുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള കാര്യം എന്നാണ് തോന്നുന്നത്. നിഫ്റ്റിയിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നിന്ന് നമുക്ക് ഗോൾഡിനുമായിട്ടുള്ള ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു. വീണ്ടും ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഗോൾഡിൽ ബുള്ളിഷ് ആയിരിക്കുന്നു. പോർട്ട്ഫോളിയോയിൽ ഗോൾഡ് ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യം, അതുപോലെ തന്നെ ബിറ്റ്കോയിനുമായിട്ട് ബന്ധപ്പെട്ട ചില അൺസർട്ടനിറ്റീസ്, ബിറ്റ്കോയിൻ്റെ ടെക്നിക്സ് ഓഫ് മൈനിങ് മാറുന്നു, ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇൻ്റർനാഷണൽ മീഡിയാസ് കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ച ചെയ്യുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സ്, ജെഫ്രി അടക്കം ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സ് ബിറ്റ്കോയിനിൽ നിന്ന് മാറി ഗോൾഡിലേക്ക് അലോക്കേഷൻ നടത്തുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പല വാൾ സ്ട്രീറ്റ് ജേർണൽസിലും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അസറ്റ് അലോക്കേഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ ഗോൾഡിനെ വീണ്ടും പോസിറ്റീവായിട്ട് കൊണ്ടുവന്നേക്കാം. അതിന് പുറമെ സിൽവറിൽ ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി മാർക്കറ്റ്സ് ബുള്ളിഷാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും ഇപ്പോൾ ETF-ലും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള സിൽവർ നിക്ഷേപം വരുന്നു. സിൽവർ വരുന്ന മാസങ്ങളിൽ വീണ്ടും ഒരു അപ്സൈഡിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ തിരക്ക് പിടിച്ച് സിൽവറിലേക്ക് കമ്മിറ്റ്മെൻറ്റ്, പ്രത്യേകിച്ചും ഗോൾഡ് ആയാലും സിൽവർ ആയാലും തിരക്ക് പിടിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ചെറിയ രീതിയിലൊക്കെ, പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് സിൽവർ പോലുള്ള കമ്മോഡിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ്. ഓക്കെ, അതിലേക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത് നിഫ്റ്റിയുടെ ഔട്ട്ലുക്കാണ്. നിഫ്റ്റിയുടെ ഒരു വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 5 26,373 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ നിഫ്റ്റി ടച്ച് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഒരു കറക്റ്റീവ് ഫേസിലേക്ക് നിഫ്റ്റി മൂവ് ചെയ്തത്. സോ ഏകദേശം ഒരു 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനടുത്താണ് നിഫ്റ്റി ഒരു സപ്പോർട്ട് സോണായിട്ട് നമുക്ക് കിട്ടിയത്. ഏകദേശം കഴിഞ്ഞൊരു 5 ട്രേഡിംഗ് സെഷനിൽ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സപ്പോർട്ട് സോൺ നിയറിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇൻഡെക്സിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു വീക്കിലി ബേസിൽ നമുക്കൊരു ഡോജി ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അതൊരു ഇൻഡിസിസീവ്നെസ് ആണ്. കാരണം മാർക്കറ്റ് പാർട്ടിസിപ്പേറ്റ്സിൻ്റെ ഇടയിൽ വലിയൊരു കൺഫ്യൂഷനുണ്ട്, വലിയൊരു
ബ്രീത്തിങ് സെൻസ് ആയിട്ടാണുള്ളത്. പ്രത്യേകിച്ചും Q3 റിസൾട്ടുകൾ ബിഗ് ഷോട്ട്സ് ഒക്കെ വന്നിരിക്കുന്നത് വെള്ളിയാഴ്ചയ്ക്ക് ശേഷമാണ്. റിലയൻസ് വന്നിട്ടുണ്ട്, HDFC, അങ്ങനെയുള്ള ICICI ബാങ്ക്, ഇങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട ബാങ്ക് സ്റ്റോക്കുകളും നിഫ്റ്റി കോൺട്രിബ്യൂട്ടേഴ്സ് ഒക്കെ തന്നെ ഡിസിഷൻ വന്നിട്ടുണ്ട്. സോ റിലയൻസ് ഇൻഡസ്ട്രി, HDFC ബാങ്ക്, ICICI പോലുള്ള സ്റ്റോക്കുകളുടെയൊക്കെ തന്നെ റിസൾട്ട് വീക്കെൻഡിലാണ് വന്നത്. സോ റിലയൻസിനെ സംബന്ധിച്ചിട്ട് അത്ര ഒരു പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ഒരു മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് റിലയൻസിന് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ HDFC ബാങ്കിനെ സംബന്ധിച്ചിട്ടും സ്ട്രോങ് റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ICICI ബാങ്ക് ഓക്കെ, ബെറ്റർ എന്നുള്ളത് മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു അടുത്തൊരു മൂവ് നിഫ്റ്റി കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതൊരു രണ്ട് കാര്യമാണ്. ഇപ്പോൾ ഡോജി ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഒന്നിക്കൽ ഒരു സ്ട്രോങ് മൂവിന് മുമ്പുള്ള ഒരു ബ്രീത്തിങ് സ്പേസ്, അല്ലെങ്കിൽ ഒരു വലിയ കൊടുങ്കാറ്റിന് മുമ്പുള്ളൊരു ശാന്തത എന്ന് വേണം പറയാം. നമുക്ക് രണ്ടും വിശേഷിപ്പിക്കാം. സോ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ 20 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 50 ദിവസത്തെയും 100 ദിവസത്തെയും എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഫ്ലാറ്റാണ്. സോ ഒരു സ്ട്രോങ് ട്രെൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കൺവിക്ഷൻ മൊമെൻറ്റം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. മൊമെൻറ്റം ഇൻഡിക്കേറ്ററൊക്കെ നടക്കുന്നത് ഒരു ഇൻഡിസിഷനാണ്. RSI ഒരു ടൈറ്റ് ബാൻഡിലാണ്. 38.55-നും 42.84-നും ഇടയിലാണ് RSI ഉള്ളത്. സോ ഈ മൊമെൻറ്റവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ച് ആയിരിക്കാം. സോ എങ്കിലും ചെറിയൊരു പോസിറ്റീവ്നെസ് ആണ് ഈ ഒരു റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ഗ്ലോബൽ ഫാക്ടേഴ്സ് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. അതിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നൊരു ഒരു ട്വീറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രസ്താവനയോ മാർക്കറ്റ് മാറ്റിമറിച്ചേക്കാം. അതല്ലാതെ ടെക്നിക്കലി വിലയിരുത്തുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു ചെറിയൊരു അപ്സൈഡിനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ പോവുകയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിക്കുള്ളത് 25,900 മുതൽ 26,000 വരെയുള്ള ആ ഒരു 100 പോയിൻ്റാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു സ്ട്രോങ് അപ്സൈഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത. അതേസമയം നമുക്ക് ഡൗൺ സൈഡിൽ 25,400 മുതൽ 25,500 വരെയുള്ള ഒരു 100 പോയിൻ്റ് സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ആക്ട് ചെയ്യും. ആ ഒരു 25,400 കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ഫ്രീ ഫോൾ ആയിട്ടുള്ളൊരു 200-250 പോയിൻ്റ് കറക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് വേസ്റ്റ് ആവുക എന്നുള്ളത് തന്നെയാണ് ട്രംപിൻ്റെ ഭാഗത്ത്. ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇന്ത്യയും റിറ്റാലിറ്ററി മെഷേഴ്സ് എന്ന നിലയിൽ സൈലൻ്റായിട്ട് നമ്മൾ താരിഫ് അടിച്ചു തുടങ്ങിയിരിക്കുന്നു. ചില കാര്യങ്ങൾക്ക് പൾസസും കാര്യങ്ങളൊക്കെയാണെന്ന് അറിയാൻ സാധിക്കുന്നത്. സോ അതും ഒരു റിറ്റാലിറ്ററി മെഷേഴ്സ് എന്ന രീതിയിൽ ട്രംപിനെ ചൊടിപ്പിക്കുമോ അറിയില്ല. അതേസമയം ഇപ്പോൾ ഗാസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സമാധാന കമ്മിറ്റിയിലേക്ക് മോഡിയെ ട്രംപ് ക്ഷണിക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ വീക്കെൻഡിൽ വരുന്നുണ്ട്. സോ ഇതൊരു മിക്സ്ഡ് ട്രെൻഡായിട്ടാണ് നമുക്ക് കാണേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ ഇനിയും വരികയാണെങ്കിൽ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ടും അത് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കും. സോ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് 25,400 ഡൗൺ സൈഡിലും 25,900-26,000 ഒരു അപ്പർ സൈഡിലും ഉള്ള ഒരു ബാൻഡായിട്ട് ആക്ട് ചെയ്യാനാണ് സാധ്യത. ഡെറിവേറ്റീവ് ഡാറ്റ കാണിക്കുന്നത് ലാസ്റ്റ് വീക്കിൽ നിഫ്റ്റിയുടെ ജാനുവരി ഫ്യൂച്ചേഴ്സ് എൻഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം 0.14% ലോസോട് കൂടിയാണ്. കുമുലേറ്റീവ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് നെക്സ്റ്റ് ഇയർ സീരീസിൻ്റെത് ഏകദേശം 0.09% കുറവിലാണ്, അതായത് ഡിക്ലൈൻ ആയിട്ടാണ് കാണിക്കുന്നത്. സോ ഏറ്റവും അടുത്ത എക്സ്പയറി എന്ന് പറയുന്നത് ഒരു പ്രീമിയത്തിലാണ്. 57.15 പോയിൻറ്റിൻ്റെ പ്രീമിയത്തിലാണ് ഡെറിവേറ്റീവ് ഡാറ്റ കാണിക്കുന്നത്. അതുപോലെ തന്നെ വീക്കിലി എക്സ്പയറി നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് കോൾ റേഷ്യോ 0.65-ലാണുള്ളത്. അതായത് 25,750 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നടന്നു നിൽക്കുന്നത്. സോ മന്ത്ലി സീരീസിൻ്റെ പുട്ട് കോൾ റേഷ്യോ എന്ന് പറയുന്നത് 0.77-ലാണ്. സോ 25,900 മുതൽ 25,950 വരെയുള്ള അല്ലെങ്കിൽ ഒരു 100 പോയിൻ്റാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത. അതേസമയം 25,500-25,400 വളരെ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വന്നേക്കാം. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും ഒരു ട്രെൻഡ് പോസിറ്റീവാണ്. 60,095-ലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 60,500-ഉം 61,100-ഉമാണ്. സപ്പോർട്ട് സോൺ 59,330-നും 58,800-നും ഇടയിലായിരിക്കാം നമുക്ക് പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കും AU ബാങ്കും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അതേസമയം വീക്കനിങ് ആയിട്ട് നിന്നുള്ളത് HDFC ബാങ്കാണ്. പക്ഷേ റിസൾട്ട് അതിനെ ഓവർകം ചെയ്തിട്ടുണ്ട്. വീക്കിലി ബേസിൽ നോക്കുന്ന റിസൾട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതുതന്നെ സെക്ടോറിയൽ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ട്രെൻഡ് ഫ്ലാറ്റാണ്. അത് വലിയ കാര്യമില്ലാത്തൊരു ട്രെൻഡാണ് നൽകിയിരിക്കുന്നത്. സ്മോൾ ക്യാപ്പിലും വലിയൊരു ട്രെൻഡുകൾ നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഓട്ടോ സെക്ടറിലും ട്രെൻഡ് ന്യൂട്രലാണ്. സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് അശോക് ലാലൻഡും ഐഷർ മോട്ടോഴ്സുമാണ്. അതേസമയം വീക്കനിങ് ആയിട്ടുള്ളത് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് കാണിക്കുന്നുണ്ട്. FMCG ഡൗൺ സൈഡാണ് കാണുന്നത് ട്രെൻഡ്.
FMCG ഏകദേശം 0.56% ഡൗൺ സൈഡ് വീക്കിലോട് കൂടിയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. സോ 14 ദിവസത്തെ RSI നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഓവർസോൾഡ് പൊസിഷനിലാണുള്ളത്. മുന്നോട്ട് പോവുകയാണെങ്കിൽ 52,700 ടു 52,800 FMCG ഇൻഡെക്സിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിൽ ഫ്ലാറ്റിഷ് അല്ലെങ്കിൽ ഒരു ഇൻഡിസിഷനാണ് കാണിക്കുന്നത്. IT ഇപ്പോഴും പോസിറ്റീവ് കാണിക്കുന്നു. IT ഇൻഡെക്സ് ഏകദേശം 2.79% വീക്ക്ലി അഡ്വാൻസ് നടത്തിയിട്ടുണ്ട്. സോ മുന്നോട്ട് പോകുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ടെക് മഹീന്ദ്ര, കൊഫോർജ്, അതുപോലെ തന്നെ പെർസിസ്റ്റൻസ് ആണ്. വീക്കിനിങ് സ്റ്റോക്ക് ആയിട്ടുള്ളത് LNT, LTTS, അതുപോലെ തന്നെ TCSുമാണ്. ഈ ആഴ്ച വരാനുള്ള പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ച നമുക്ക് LTI മൈൻട്രി, അതുപോലെ തന്നെ PNB, BHEL, ഹെവൽസ്, സിയറ്റ് ഇത്രയും കമ്പനികൾ വരാനുണ്ട്. ചൊവ്വാഴ്ച ITC ഹോട്ടൽസ്, പെർസിസ്റ്റൻസ് സിസ്റ്റം, യുണൈറ്റഡ് സ്പിരിറ്റ്, AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ റിസൾട്ട് വരാനുണ്ട്. ബുധനാഴ്ച ഡോക്ടർ റെഡ്ഡീസ് ലാബ്, UTI AMC, PNB ഹൗസിംഗ് ഫിനാൻസ്, ടാറ്റ കമ്മ്യൂണിക്കേഷൻ, ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പ്രധാനപ്പെട്ട റിസൾട്ട്. വ്യാഴാഴ്ച എംഫസിസ്, അതുപോലെ തന്നെ കൊഫോർജ്, അദാനി എനർജി സൊല്യൂഷൻസ്, റാഡിക്കോ കെയ്ത്താൻ, ബന്ധൻ ബാങ്ക്. അതുപോലെ തന്നെ ഫ്രൈഡേ JSW സ്റ്റീൽ, അദാനി ഗ്രീൻ എനർജി, ഇൻഡസിൻഡ് ബാങ്ക്, MCX, സിപ്ല, ഗോദ്രേജ് കൺസ്യൂമർ, MCX ഇത്രയും കമ്പനികൾ നമുക്ക് റിസൾട്ടുകൾ തരാനുണ്ട്. തിങ്കളാഴ്ചത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ചൈനയുടെ GDP ഗ്രോത്ത് Q4 വരുന്നുണ്ട്. ചൊവ്വാഴ്ചത്തെ കേര് യൂറോപ്യൻ യൂണിയൻ്റെ എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ് ഇൻഡെക്സ് വരുന്നുണ്ട്. ബുധനാഴ്ചത്തെ പ്രധാനപ്പെട്ട കാര്യം M3 മണി സപ്ലൈ അതിൽ ക്യാഷ് ചെക്കിങ്, അതുപോലെ തന്നെ സേവിങ്സ്, സ്മോൾ ഡെപ്പോസിറ്റ്സ് ഇതൊക്കെ തന്നെ ഡീറ്റെയിൽസാണ് വരുന്നത്. ഡിസംബർ 31 അവസാനിപ്പിച്ച ആഴ്ചയിലെ കണക്കുകളാണ് വരാൻ പോകുന്നത്. വ്യാഴാഴ്ച US GDP ഗ്രോത്ത് വരുന്നുണ്ട്. ഏകദേശം 4.3% ആണ് Q3 GDP വന്നിരിക്കുന്നത് 2025. ഏകദേശം 3.8%-നേക്കാൾ അടച്ചുവെട്ടുന്നതായിരുന്നു അത് Q2. ഇനീഷ്യൽ ജോബ് ക്ലെയിംസും വന്നു തന്നെയാണ് US വരുന്നത്. അതുപോലെ വെള്ളിയാഴ്ച ഇന്ത്യയുടെ മാനുഫാക്ചറിങ് PMI വരുന്നുണ്ട്. HSBCയുടെ PMI ഡാറ്റ പുറത്തേക്ക് വരുന്നുണ്ട്. ഡിസംബർ മാസത്തെ കാര്യങ്ങളാണ് കണക്ക് കൂട്ടുന്നത്. ഏതായാലും ഈ ആഴ്ച ഇൻ്റർനാഷണൽ മാർക്കറ്റിലായാലും ഇന്ത്യൻ മാർക്കറ്റുകളിലായാലും ഒരുപാട് ക്യൂസ് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്കും വിശകലനങ്ങളിലേക്കും പോകാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ടെലിഗ്രാം ചാനലുകളുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ ഞങ്ങളുടെ സ്വിംഗ് സജഷൻസ്, അതുപോലെ തന്നെ ഷോർട്ട് ടേം, മീഡിയം ടേംസ്, ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലും നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും സാധാരണക്കാർക്കൊക്കെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പ്ലാനുകളും നമുക്ക് അവൈലബിൾ ആണ്. 1000 റുപ്പീസ് മുതൽ അങ്ങോട്ടുള്ള പ്ലാനുകൾ നമുക്ക് മന്ത്ലി ബേസിസിലുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ അഡ്വൈസറി സർവീസുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാവുന്നതാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് വരുന്ന സമയത്ത് ഒരു ഓട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് മെനോൻ ബെയറിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഏകദേശം വെള്ളിയാഴ്ച 141 രൂപ വരെ പോവുകയുണ്ടായി. സോ ഈ കമ്പനി ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചും ക്രിട്ടിക്കൽ മൂവിങ് എൻജിൻ കോമ്പണൻസും, അതുപോലെ തന്നെ ബെയറിങ്സ്, ബുഷസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ത്രഷ്ഡ് വാഷേഴ്സ് ഇതൊക്കെയാണ് ഉണ്ടാകുന്നത്. Q3 നമ്പേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 761 കോടി രൂപയാണ്. മെനോൻ ബെയറിങ് എന്ന് പറയുന്നത് ഫ്രൈഡേ ഒരു 141 രൂപ വരെ പോവുകയുണ്ടായി. 11.5% അപ്സൈഡ് ആയിരുന്നു. പിന്നീട് അത് ക്ലോസിംഗ് വന്നിരിക്കുന്നത് 130 രൂപയിലാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത് 36.2%, 9.25 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് Q3. അതുപോലെ തന്നെ EPS ഗ്രോത്ത് ഏകദേശം 36% വന്നിട്ടുണ്ട് ഈ സ്റ്റോക്കിൽ. എനിക്ക് തോന്നുന്നു ₹1.65 EPS വന്നിരിക്കുന്നത്. ഈ സ്റ്റോക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നി. ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവലുകളും ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 120, 130 നിലവാരത്തിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്താൽ പോലും എനിക്ക് തോന്നുന്നു അടുത്തൊരു ടാർഗറ്റ് 150ക്ക് മുകളിൽ പോകാനുള്ള സാധ്യത ഈ മെനോൻ ബെയറിങ്ങിനുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 110 താഴെ വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ 110-15 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ്, ആ ഒരു റേഞ്ചിൽ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് വെക്കുക എന്നുള്ളതാണ്. പക്ഷേ Q3 റിസൾട്ട് എനിക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നി മെനോൻ ബെയറിംഗ്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് ഫാർമ സെക്ടറിൽ നിന്ന് തന്നെയാണ്.
ഇന്ത്യയിലെ 5 പ്രധാനപ്പെട്ട ഡൊമസ്റ്റിക് ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസ് കോൺട്രാക്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ, അതായത് CDMO കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് വരുന്നതാണ്. റവന്യൂവിൻ്റെ ബേസിൽ നോക്കിക്കഴിഞ്ഞാലും ബുക്ക് പ്രൈസിൻ്റെ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം എനിക്ക് തോന്നുന്നു 253 രൂപയായിരുന്നു അതിൻ്റെ 52 വീക്സ് ഹൈ ആയിട്ടുണ്ടായിരുന്നത്. 1140 രൂപയാണ് അതിൻ്റെ 52 വീക്സ് ഹൈ ആയിട്ടുണ്ടായിരുന്നത്. സോ 52 വീക്സ് ലോ ആയിട്ട് ഏകദേശം 665 രൂപയായിരുന്നു. ഇപ്പോഴത്തെ സ്റ്റോക്ക് പ്രൈസ് ഏകദേശം 841 രൂപയായിരുന്നു. പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവലുകൾ കൂടി ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി വിൻഡിലാസ് WINDLAS ആണ് കേട്ടോ, വിൻഡിലാസ് ബയോടെക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്തൊരു ടാർഗറ്റ് ഈ സ്റ്റോക്കിൽ കുറച്ചുകൂടി അപ്സൈഡ് മൂവിനുള്ള സാധ്യതകളാണ് കാണുന്നത്. 900-950 വരെയൊക്കെ പോകാനുള്ള സാധ്യത വിൻഡിലാസ് ബയോടെക്കിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ആഴ്ച റിസൾട്ട് പ്രഖ്യാപിച്ച ഒരു പ്രധാനപ്പെട്ട ബാങ്കായിരുന്നു ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഈ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ അറിയാനുണ്ടാവും. 15-20 രൂപക്കൊക്കെ നമ്മൾ ഒരുപാട് ലോങ് ടേം ഹൈ വന്നിരിക്കുന്നു. അതിന് മൾട്ടി ബാഗ് റിട്ടേൺ ഒക്കെ നൽകിയ സ്റ്റോക്കായിരുന്നു. നമ്മളതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് അന്ന് മുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാക്കപ്പുള്ളൊരു ബാങ്കാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്ന്. അപ്പോൾ അതിൻ്റെ Q3 റിസൾട്ട് വന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ് വന്നത്. 26.5% ഗ്രോത്താണ് നെറ്റ് പ്രോഫിറ്റിൽ കമ്പനി രേഖപ്പെടുത്തിയത്. 1779 കോടി രൂപയാണ് തേർഡ് ക്വാർട്ടറിൽ കമ്പനി ഡിസംബർ 2025 ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഇൻകത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്. പുനെ ബേസ്ഡ് ആയിട്ടുള്ളൊരു ലെൻഡറാണ് ഇവർ. നെറ്റ് പ്രോഫിറ്റിൽ 1406 കോടി രൂപ. സോ നെറ്റ് പ്രോഫിറ്റ് അതായത് 1406 കോടി രൂപ കഴിഞ്ഞ ഒക്ടോബർ-ഡിസംബർ മാസത്തിലുണ്ടായിരുന്നു. ടോട്ടൽ ഇൻകത്തിൽ ഏകദേശം 8227 കോടി രൂപയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അത് 7712 കോടി രൂപയായിരുന്നു. ഇൻട്രസ്റ്റ് ഇൻകം 7344 കോടി രൂപ ഉണ്ടായിരുന്നു ക്വാർട്ടർ തേർഡിൽ. സോ ഏതൊരു പാരാമീറ്റർ വെച്ച് നോക്കുന്ന സമയത്തും നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഗ്രോത്ത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ കാണാൻ സാധിക്കും. ബാങ്ക് അവരുടെ ഇൻറ്ററിം ഡിവിഡൻ്റ് ആയിട്ടുള്ള 10% കൊടുക്കുന്നുണ്ട്. 1 രൂപ, അതായത് 10 രൂപ ഫേസ് വാല്യൂ ഉള്ളൊരു സ്റ്റോക്കിൽ 1 രൂപ ഇൻറ്ററിം ഡിവിഡൻ്റായിട്ട് കമ്പനി കൊടുക്കുന്നു. സോ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഒരു 17.06%. കഴിഞ്ഞ പ്രാവശ്യം ഇത് 18.71 അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറച്ച് ഡിക്ലൈൻ 3.88% ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത് 3.98% ആയിരുന്നു. അതുപോലെ തന്നെ യെസ് ബാങ്കിൻ്റെ റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് വീക്കെൻഡിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ വീക്കെൻഡിൽ വന്നിരിക്കുന്ന റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മിക്സ്ഡ് ഇതാണ്. വിപ്രോ ഏകദേശം 8% ഇടിവാണ് റിസൾട്ടിൻ്റെ അനൗൺസ്മെൻറ്റിന് ശേഷം വന്നിരിക്കുന്നത്. റിസൾട്ടിൽ വളരെ സ്ട്രോങ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന കുറച്ച് റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് വെബ് ടെക്നോളജീസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് വന്നിരിക്കുന്നു. പൂനാവാല ഫിൻകോർപ്പ് സ്ട്രോങ് റിസൾട്ടാണ്. ക്യാൻഫിൻ ഹോം, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, JK സിമെൻറ്റ്, ഇത്രയും സ്റ്റോക്കുകൾ നമ്മൾ എക്സെപ്ഷണലി ഹൈ ഒരു എബവ് ആവറേജ് റിസൾട്ട് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ വെരി ഗുഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ആവറേജ് എന്ന് പറയുന്ന കാൽക്കുലേഷൻ നമുക്ക് നടത്താൻ പറ്റുന്നത് വാരി റിന്യൂവബിൾ എനർജി, അതുപോലെ തന്നെ ICICI പ്രൊഡൻഷ്യൽ AMC ആണ്. അതുപോലെ നല്ലത് എന്ന് പറയാൻ പറ്റുന്ന റിസൾട്ടുകൾ ഏകദേശം MRPL വന്നിട്ടുണ്ട്. നുറേക്ക, ജിയോ ഫിനാൻഷ്യൽ സർവീസ്, E2E നെറ്റ്വർക്ക്, സ്മാർട്ട് വർക്ക്സ് ക്രാഫ്റ്റ്മാൻ സർവീസസ്, GM ബ്രവറീസ്, ടാരിൽ, എമിക്കോ എൽക്കോൺ, സ്വരാജ് ഇഞ്ചിൻ, ഫെഡറൽ ബാങ്ക്, ആനന്ദ് റാത്തി ഷെയർസ്, ഗ്രോ, ഇങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ കുഴപ്പമില്ല എന്നുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതായത് റിലയൻസിനെ സംബന്ധിച്ചിട്ട് GDR 2% ഇടിവാണ് വന്നിരിക്കുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഫ്ലാറ്റാണ്. 18,645 കോടി രൂപയാണ് വന്നിരിക്കുന്നത്. അതായത് മാർക്കറ്റ് കുറച്ചുകൂടി പ്രതീക്ഷിച്ചു എന്നുള്ളതാണ്. റവന്യൂവിൽ 10% വർധനവുണ്ട്, പക്ഷേ മാർജിൻ സബ്ഡ്യൂഡായി. പക്ഷേ റിലയൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഓൾറെഡി കറക്ഷൻ വന്നിരിക്കുന്നൊരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നെഗറ്റീവ് വീണ്ടും അത് നെഗറ്റീവ് ആകുമെന്നുള്ളത് അറിയാൻ പറ്റില്ല. നേരെ മറിച്ച് അതൊരു പോസിറ്റീവായിട്ട് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് റിലയൻസ് തള്ളിക്കളയാൻ സാധിക്കും. ICICI ബാങ്കിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏകദേശം 4% കുറവാണ് വന്നിരിക്കുന്നത്. 11,318 കോടി രൂപയാണ് പാറ്റിൽ വന്നിരിക്കുന്നത്. പ്രൊവിഷൻസ് കൂടിയിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 8% വർധനവുണ്ട്. അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ MD മീൻസ് റിന്യൂവൽ സന്ദീപ് ബക്ഷിയുടെ അടുത്ത 2 വർഷത്തേക്കുള്ള എക്സ്റ്റൻഷൻ മാർക്കറ്റ് കിട്ടിയിരിക്കുന്നു. സോ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ICICI ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. HDFC ബാങ്കിനെ സംബന്ധിച്ചിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 11.4% വർധന വന്നിട്ടുണ്ട് ഇയർ ഓൺ ഇയറിൽ. 18,650 കോടി രൂപയായിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഏകദേശം 6.4% വർധനവ്. ലോൺ കൊടുക്കലിൽ 11.9% വർധനവ് ഇയർ ഓൺ ഇയറിൽ. അസറ്റ് ക്വാളിറ്റി സ്റ്റേബിളാണ്.
സോ ഏതായാലും മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് HDFCക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇൻഡിഗോയെ സംബന്ധിച്ചിട്ട് 22 കോടി രൂപയുടെ ഫൈന് വീണ്ടും വന്നിട്ടുണ്ട് DGCയുടെ ഭാഗത്തു നിന്നും. ഡിസംബറിലുണ്ടായിരിക്കുന്ന ആ ഒരു ഡിസ്റപ്ഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. 50 കോടി രൂപ ബാങ്ക് ഗ്യാരണ്ടി ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതൊരു നെഗറ്റീവ് ഡിമാൻഡായിട്ട് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ഇൻഡിഗോയ്ക്ക് ഇന്ന് എഫക്റ്റ് ചെയ്തേക്കാം. സോ ഏതായാലും HDFC ബാങ്ക് സ്ട്രോങ് ആണ്. വിപ്രോ, റിലയൻസ് ചിലപ്പോൾ ഇതൊക്കെ തന്നെ നിഫ്റ്റി, ICICI ബാങ്കൊക്കെ തന്നെ നിഫ്റ്റിയെ ഡ്രാഗ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ റിസൾട്ടിൻ്റെ ബേസിൽ. സോ ഒരു മിക്സ്ഡ് ഈ ഒരു റിലയൻസ് ഈ ഒരു കോമ്പിനേഷൻ നിഫ്റ്റിയിലുള്ള ഹെവി വെയ്റ്റിൻ്റെ കോമ്പിനേഷൻ റിസൾട്ടിൻ്റെ എഫക്റ്റ് ചിലപ്പം നിഫ്റ്റിയിൽ തിങ്കളാഴ്ച തന്നെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇന്നൊരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടുത്തുക. നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചിരിക്കുന്ന പല സ്റ്റോക്കുകളിലും മൊമെൻറ്റം വന്നിട്ടുണ്ട്. സോ ഫോഴ്സ് മോട്ടോഴ്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞാനിന്ന് അങ്ങനെ പറയാൻ പോകുന്നൊരു സ്റ്റോക്ക് അബൌട്ട് ഇന്ത്യയാണ്. അബൌട്ട് ഇന്ത്യ എന്ന് പറയുന്നത് അബൌട്ട് ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരിക്കുന്ന ഏകദേശം 27,755 രൂപ. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റോക്കെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇന്ത്യയുടെ 70 US ബേസ്ഡ് ആയിട്ടുള്ള അബൌട്ട് ലബോറട്ടറീസിൻ്റെ 75% സബ്സിഡിയറി ഹോൾഡിംഗ് ആണിത്. USD ഏകദേശം 42 ബില്യൺ റവന്യൂ ആണ്. ഏകദേശം 160 കൺട്രികളിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണിത്. അബൌട്ട് ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നോവോ നോർഡിസ്ക് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണറാണ് അവർ ഇന്ത്യയിലെ പല റവന്യൂ പ്രൊഡക്റ്റുകൾക്കും. അബൌട്ട് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് 80 വർഷങ്ങളായി ഏകദേശം ഹെൽത്ത് കെയർ ലീഡർഷിപ്പായിട്ട് ഈ ഒരു രാജ്യത്തുണ്ട്. വളരെ റിലയബിൾ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ്. അതുപോലെ തന്നെ തെറാപ്പിക് ഗാസ്ട്രോണോളജി, അതുപോലെ തന്നെ വിമൻസ് ഹെൽത്ത്, മെറ്റബോളിക്, CNS, വാക്സിൻ, അതുപോലെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി, ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് അവർക്കുണ്ട്. 8 ബ്രാൻഡുകളാണ്. ടോപ്പ് 100 ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റ്സ് IPM മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഡേജിൻ, ക്രീം, എഫിൻ, വെറ്റിൻ, ഡ്യൂഫ, തൈറോനോം, അതുപോലെ 12 അവരുടെ ബ്രാൻഡുകൾ ഏകദേശം നമ്പർ 1 ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും. സോ ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഫാർമ കമ്പനികളുടെ ഇടയിലുള്ള ഏറ്റവും നല്ല ടോപ്പ് ബ്രാൻഡാണ് അബൌട്ട് ഇന്ത്യ എന്നത്. 2025 റവന്യൂ ഏകദേശം 10% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 6,409 കോടി രൂപയായിരുന്നു. 9 വർഷത്തെ CAGR ഏകദേശം 10%. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 18% വർധനവ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിട്ടുണ്ട്. 1,414 കോടി രൂപയായിരുന്നു. 21% പ്രോഫിറ്റ് CAGR ആണ് 2016 മുതൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഒരു സുപ്പീരിയർ പ്രോഫിറ്റബിലിറ്റി, ഒരു കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് മിക്സ്, ഈ മൊത്തം പ്രൊഡക്റ്റുകളുടെ 1/4 റവന്യൂ മാത്രമാണ് നാഷണൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ മെഡിസിൻസിൽ വരുന്നതാണ്. നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയുടെ പ്രൈസ് കൺട്രോൾ വരുന്നതാണ്. സോ മറ്റുള്ള പേയേഴ്സിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇവരുടെ മെഡിക്കൽ പ്രൈസും കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. ബ്രാൻഡഡ് ക്രോണിക് ഫോക്കസ്ഡ് പ്രൊഫൈലാണെന്ന് പറയാം. അതായത് ഹയർ മാർജിൻ പ്രൊഡക്റ്റുകളാണ് ഇവർക്ക് ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ തന്നെ ഹെൽത്തി റിപ്പീറ്റ്സും, അതുപോലെ തന്നെ ലെസ് പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ഇന്നോവേഷൻ സൈക്കിൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ഏകദേശം 7 പുതിയ പ്രൊഡക്റ്റുകളാണ് 2025 ലോഞ്ച് ചെയ്തത്. 130ഓളം പ്രൊഡക്റ്റുകൾ ഇൻ പോർട്ട്ഫോളിയോ ഇവർക്ക് ഇപ്പോൾ ഉണ്ട് നിലവിൽ എന്നുള്ളതാണ്. Q2 ഏർണിങ്സ് വളരെ സ്ട്രോങ് ആയിരുന്നു. Q2 റവന്യൂവിൽ 1% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. മെർക്ക് ബ്രാൻഡ്സിനെ കമ്പനിയുടെ ഗ്രോസ് മാർജിൻ ഏകദേശം 45% 2025 വന്നു. 128 ബേസിസ് പോയിൻ്റ് ഉയർച്ചയാണ് Q2 കാണിച്ചത്. 46.7%. Q2 ഏർണിങ്സ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏകദേശം 415 കോടി രൂപയായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നെറ്റ് മാർജിൻ ഏകദേശം 23.6% വരുന്നുണ്ട്. അതായത് ഒരു ഷെയറിന് ഏകദേശം 195 രൂപ. കഴിഞ്ഞ 6 മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ EPS 368 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ വർഷമായിട്ട് നോക്കുമ്പോൾ 14% വർധനമാണ് EPSൽ വന്നിരിക്കുന്നത്. 2025 EPS 665 രൂപയായിരുന്നു. സോ ഇക്വിറ്റി വളരെ കുറച്ച് മാത്രം 21 കോടി രൂപയുടെ ഇക്വിറ്റി മാത്രമേ പുറത്തുള്ളൂ. ഫേസ് വാല്യൂ 10 രൂപയാണ്. അബൌട്ടിൻ്റെ ഏകദേശം റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് നടന്നത് 36%. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഏകദേശം 51%. ഏകദേശം 4,000 കോടി രൂപയുടെ നെറ്റ്വർത്ത് ഈ കമ്പനിക്കുണ്ട്. ക്യാഷായിട്ട് മാത്രം ഈ കമ്പനിയുടെ കയ്യിൽ 1,280 കോടി രൂപയുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 75% ഓണർഷിപ്പും ഫോറിൻ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ്. 9% ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. 16% റീറ്റെയിൽ ഫ്ലോട്ട് അവൈലബിൾ ആണ്. അട്രാക്റ്റീവ്ലി പ്രൈസ്ഡ് ആണെന്ന് ഞാൻ പറയും. കാരണം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 59,000 കോടി രൂപ വരുന്നുണ്ട്. എൻ്റർപ്രൈസസ് വാല്യൂ ഏകദേശം 58,000 കോടി രൂപയാണ്. ഹൈ ടീൻ പ്രോഫിറ്റ് ഗ്രോത്ത് ആണ്. 2027 EPS എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 888 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ടു ഏർണിങ്സ് വെറും 35 P/യിലാണുള്ളത്.
സോ 1 ഇയർ ഫോർവേഡ് ബേസിൽ അത് വളരെ അട്രാക്റ്റീവാണ്. കാരണം ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ്, 23% നെറ്റ് മാർജിൻ വരുന്നൊരു കമ്പനിയാണ്. അബൌട്ട് ഇന്ത്യ ഒരു ഗുഡ് കോമ്പിനേഷനാണ്, സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് ആണ്, റീസണബിളി വാല്യൂഡ് ആണെന്ന് ഞാനിപ്പോൾ പറയും. ഇത് തന്നെ പ്രൈസ്ഡ് ഓവർ ആയതുകൊണ്ടാണ് 27,000 എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ചിലപ്പം 100 സ്റ്റോക്ക് 200 സ്റ്റോക്കൊക്കെ വാങ്ങുന്ന പൈസ ഉണ്ടാവും. പക്ഷേ ഇത് 27,755 വെള്ളിയാഴ്ച ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഫാർമ സെക്ടറിലോട്ട് ചെറിയ ഇടിവുള്ളത് കൊണ്ട് തന്നെ ഈ സ്റ്റോക്കിനെ നിങ്ങൾ വാച്ച് ലിസ്റ്റിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇടിവുകൾ നോക്കിയിട്ടോ എപ്പോഴെങ്കിലായിട്ട് ഒരു സ്റ്റോക്കെങ്കിലും ഒന്നവിടെ അബൌട്ട് ഇന്ത്യ മേടിച്ച് വെക്കുക. കാരണം ഇത്രയും വൈഡ് വെറൈറ്റി പ്രൊഡക്റ്റുകൾ, സുപ്പീരിയർ ക്വാളിറ്റി പ്രൊഡക്റ്റ് വേൾഡ് വൈഡ് വിൽക്കുന്ന ഒരു കമ്പനിയാണ് ഫാർമ കമ്പനിയിൽ. എൻ്റെ ഒരു ടാർഗറ്റ് ഒരു 6 to 8 മന്ത്സിൽ ഏകദേശം 32,000 രൂപയെങ്കിലും പോകണമെന്നുള്ളതാണ്. സോ എന്താണ് ഒരു 15% റിട്ടേൺ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ സ്റ്റോക്കിൽ നിന്ന്. സോ നോക്കാം നമുക്ക്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപമാണ്, നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമാണ്. അതുകൂടി മനസ്സിലാക്കി വേണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. ഇത് സെബിയുടെ നിർദ്ദേശപ്രകാരമുള്ള വാണിംഗും കൂടിയാണ്. കാരണം ആർക്കും തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ മുമ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. ട്രംപും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ വാങ്ങാൻ ശ്രമിക്കുക. ഫണ്ടമെൻ്റൽസ് ഇൻടാക്റ്റാണ്. അപ്പം അതനുസരിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുക. ഇനി നിങ്ങളുടെ നിക്ഷേപ അസിസ്റ്റൻസ് അല്ലെങ്കിൽ കൺസൾട്ടൻസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം. നമുക്ക് ഫാർമ സ്റ്റോക്കുകൾ ഒരുപാടുണ്ട്. ഇതിൻ്റെ ഒരു പാമ്പനോട് കളിക്കുമ്പോൾ മിനിമം മൂർഖനോട് കളിക്കണം എന്ന് പറയുന്ന പോലെ നമ്മളതിൻ്റെ നല്ലൊരു സ്റ്റോക്ക് പിക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ നോക്കാം, നമുക്ക് താല്പര്യമുള്ളവർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓഹരിയായിട്ട് പരിഗണിക്കാം. മറ്റു പല സ്റ്റോക്കുകളും നമ്മുടെ റീസണബിളി വാല്യൂഡ് ആണ് ഉള്ള സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. ബസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ ഓപ്ഷൻസിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റൊക്കെ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. സ്വിംഗ് സ്കിങ് ഞാൻ തന്നെ പേഴ്സണലായിട്ട് മാനേജ് പോർട്ട്ഫോളിയോ സ്റ്റോക്ക് ഇതാണ്. വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ടെലിഗ്രാം ചാനലും മൊബൈൽ ആപ്പിൽ. അവിടെയും എൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്തിട്ടുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്ക് ആശംസിക്കുന്നു. നല്ല സ്റ്റോക്കുകൾ കിട്ടട്ടെ. അതുപോലെ തന്നെ ഏർണിങ്സ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം മാർക്കറ്റിൽ മൂവ് ചെയ്യുക. വൊളറ്റൈലായിട്ടുള്ള സെഷൻ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഗ്ലോബൽ അൺസർട്ടനിറ്റി ഉള്ളിടത്തോളം കാലം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വന്നേക്കാം റിസൾട്ട് വരുന്നിടത്തും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കും. താങ്ക് യു.